ഗൈസ്, ദിസ് ഇസ് മീ മേഘ. ഞാൻ ഇന്ന് പോളറോയിഡ് ഹോൾഡറാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. എയർ ഡ്രൈ ക്ലേ ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് വാങ്ങിച്ച ക്ലേ ആണ്. ഒരു 500 ഗ്രാമോളം വരും. പക്ഷേ ഈ ക്ലേയിൽ പെട്ടെന്ന് തന്നെ ക്രാക്സ് വീഴുന്നുണ്ട്. മിനിയേച്ചർ ബ്രെഡിന്റെ ഷേപ്പിലുള്ള പോളറോയിഡ് ഹോൾഡറാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏത് ഷേപ്പിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ ട്രൈ ചെയ്താലും കുറച്ച് തിക്നെസ്സിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. സ്ക്വയർ ഷേപ്പിൽ ഞാൻ ക്ലേ കട്ട് ചെയ്തെടുത്ത ശേഷം മേളത്തെ 2 എഡ്ജും കുറച്ച് കർവ്ഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലേ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഷേപ്പ് വരുത്താനായിട്ട് ഞാൻ കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ടാണ് എഡ്ജൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തത്. കറക്റ്റ് ഷേപ്പാക്കിയ ശേഷം ഇതിന്റെ മേളിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പോളറോയിഡ് ഫോട്ടോ വെക്കാനായിട്ട്. ക്ലേ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ബോർഡറും കൊടുത്തിട്ടുള്ളത്. ആ ബോർഡറിന് ഞാൻ ഡാർക്ക് ബ്രൗൺ കളറും അകത്തുള്ള സ്പേസിൽ ലൈറ്റ് യെല്ലോ ഷെയ്ഡുമാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ എഡ്ജസും കൈ നനച്ചതിന് ശേഷം ഷേപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. കുറച്ചും കൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിനിയേച്ചർ ബുൾസയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ കുറച്ച് ഡോ ടൂൾസ് വാങ്ങിയായിരുന്നേ. ക്ലേയിൽ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണ്ട ടൂളാണ് ഡോ ടൂൾസ്. ഒത്തിരി രൂപയാകുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് വാങ്ങാത്തത്. ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇച്ചിരി വില കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ 70 റുപ്പീസിൽ 5 പീസസ് എനിക്ക് കിട്ടിയായിരുന്നു. കുറച്ച് ഗ്ലോ കിട്ടാനായിട്ട് ഞാൻ ഡ്രസ്സിനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കുറേ നേരം വെയിലത്ത് കൊണ്ടുവച്ചു. എൻ്റെ കയ്യിൽ കുറേ പോളറോയിഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറേ നാളായത് കൊണ്ടായിരിക്കണം അതിൻ്റെ കളേഴ്സ് എല്ലാം ഫെയ്ഡ് ആയിപ്പോയി. ഫെയ്ഡ് ആവാത്തത് ഈ ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ ചേച്ചിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോയാണ്. അപ്പോൾ ഈ പോളറോയിഡ് ഹോൾഡർ ഇഷ്ടപ്പെട്ട ലൈക്ക്